മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, 2025 പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി വിശ്വാസികളെല്ലാം പ്രാർത്ഥിക്കുന്ന വലിയ പ്രധാനപ്പെട്ടൊരു ദിവസമാണിന്ന്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്നും കൂടി ഒരു ധ്വനിയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ കുറെ കൂടി നിറവിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പെന്തക്കോസ്ത ദിവസം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. തിമോത്തിക്ക് എഴുതിയ ലേഖനം 2 തിമോത്തി 1:6 പറയും, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് കിട്ടിയ ദൈവിക വരം ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ കൈവയ്പിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഒരുവൻ സ്വർഗീയഭവനത്തിലേക്ക് ജനിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോഴാണ്. വിശുദ്ധ മാമോദീസായിലൂടെ സ്വർഗീയഭവനത്തിലെ അംഗങ്ങളായി പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഓരോ മാമോദീസായിലും. എന്നാൽ വിശുദ്ധ ബൈബിളിൽ എവിടെയാണ് പരിശുദ്ധാത്മാവിനെ പറ്റി ആദ്യമേ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം തന്നെ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പ്രതിപാദിച്ചുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ആദ്യം ദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിൻ്റെ മേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അവിടെ ജലത്തിൻ്റെ മേലെ ചലിച്ചുകൊണ്ടിരുന്ന ഒരു ചൈതന്യമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം നമ്മളെ പരിചയപ്പെടുന്നതെങ്കിൽ, ബൈബിളിലെ 73 പുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തും 22-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ 17-ാം വചനം പറയും, ദാഹിക്കുന്നവൻ ജീവജലത്തിൻ്റെ അരുവിൽ നിന്ന് സൗജന്യമായി സ്വീകരിക്കട്ടെ. അവിടെ ഒരു ജീവജലത്തിൻ്റെ അരുവിയായിട്ടാണ്, ജീവൻ്റെ ജലമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ കാണുന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനം പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും. അവിടെ പരിശുദ്ധാത്മാവ് അത്യുന്നതൻ്റെ ശക്തി എന്നാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ചൈതന്യമായും ജലമായും ശക്തിയായും നമ്മൾ കാണുന്നു. വീണ്ടും വിവിധങ്ങളായ പ്രതീകങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. സ്നാപകയോഹന്നാനിൽ നിന്ന് യേശു സ്നാനം സ്വീകരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പ്രാവിൻ്റെ രൂപത്തിലാണ്. എന്നാൽ അപ്പസ്തല പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിൽ 1 മുതൽ വചനം വായിക്കുമ്പോൾ കണ്ടെത്തുന്നത്, അപ്പസ്തലന്മാർ ഒരുമിച്ചുകൂടി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒരു കൊടുങ്കാറ്റടിക്കുന്ന ആരവത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവിനെ അവരാദ്യം അനുഭവിക്കുന്നത്. വീണ്ടും അത് വലിയ അകലെ ഉയരങ്ങളിൽ കേട്ടുവെങ്കിലും സാവകാശം അത് സമ്മേളിച്ചിരുന്ന ആ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു. അവരുടെ ഭവനത്തിലേക്ക് കൊടുങ്കാറ്റായി കേട്ടിരുന്ന പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ കണ്ടത് തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ തീനാവുകൾ പോലെ അഗ്നിജ്വാലകൾ വന്നു നിൽക്കുന്നതായിട്ടാണ് കണ്ടത്.
അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവിടെ നമ്മൾ കാണുന്നത് കൊടുങ്കാറ്റായി അവർക്ക് ആരവമുണ്ടായി, അവരനുഭവിക്കുന്നു, കേൾക്കുന്നു. എന്നാൽ അവർ കാണുന്നത് തീജ്വാലയായിട്ടാണ്. അപ്പോൾ വിവിധങ്ങളായ രീതികളും പ്രതീകാത്മങ്ങളുമായും പരിശുദ്ധാത്മാവ് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ആരാണ്? തീയാണോ, കാറ്റാണോ, ജലമാണോ, ചൈതന്യമാണോ, ശക്തിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് പിതാവിനെ പോലെയും പുത്രനെ പോലെയും തന്നെ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ ആള്, വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. സഹചാരിയാണ്, കൂടെ സഞ്ചരിക്കുന്നവനാണ്. ഒരു വ്യക്തി എന്ന പോലെ നമ്മൾ ഉപദേശിക്കുകയും ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും വഴികാട്ടുകയും ഒക്കെയായി പരിശുദ്ധാത്മാവ് നമ്മളിവിടെ വസിക്കുന്നുണ്ട്, അവനൊരു വ്യക്തിയായിട്ട് തന്നെ. ഈ പരിശുദ്ധാത്മാവിനെ പറ്റി ഹെബ്രായർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: പൂർവ്വകാലങ്ങളിൽ പ്രവാചകൻ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവസാന നാളുകൾ. അപ്പോൾ ഈ നാളുകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യ കാലഘട്ടമുണ്ട്, ഒരു മിഡിൽ കാലഘട്ടമുണ്ട്, ഒരു ലാസ്റ്റ് കാലഘട്ടമുണ്ട്. അതെന്താണ് ഈ അവസാന കാലഘട്ടം? ബൈബിളെ നമ്മൾ അപഗ്രഥനം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഒരു കാലഘട്ടം, പിതാവിൻ്റെ ഇടപെടലുമാണ്. അത് കടന്നു പോന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് വാഗ്ദാനമായ യേശുക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിൽ ജനിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാലഘട്ടം, പിതാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് പുത്രൻ്റെ കാലഘട്ടം. പുത്രൻ്റെ കാലഘട്ട ശേഷം ആണ് അവസാന കാലഘട്ടമായ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതാണ് അവസാന കാലഘട്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. പിതാവിൻ്റെ കാലഘട്ടം, പുത്രൻ്റെ കാലഘട്ടം, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം, അവസാന കാലഘട്ടം. ഈ അവസാന കാലഘട്ടങ്ങൾ ഇങ്ങനെ സംഭവിക്കും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം, ക്രിസ്തുവിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്: അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടമാണ് ഈ അവസാന കാലഘട്ടം. തൻ്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും വൃദ്ധന്മാരുടെ മേലും യുവാക്കളുടെ മേലും എല്ലാം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. വർഷിക്കുക എന്ന് പറയുമ്പോൾ എണ്ണമറ്റ രീതിയിൽ. യോഹന്നാൻ 3:36 പറയും, ദൈവം ആത്മാവിനെ അളന്നല്ല നൽകുന്നത്, അളവുകളില്ലാതെ നൽകുന്നതിനാണ് വർഷിക്കൽ എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ എവിടെയെല്ലാം ദൈവജനം ഒരുമിച്ചിരുന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുവോ ആ കൂട്ടായ്മയിലേക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യേശു തൻ്റെ പരസ്യ ജീവിതം അവസാനിപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അവസാനം അവിടുന്ന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. ബൈബിളിൽ അനേകം വാഗ്ദാനങ്ങൾ കണ്ടെത്താൻ പറ്റും. എന്നാൽ അതിലേറ്റവും ഉത്കൃഷ്ടമായ ഒരു വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഉന്നതത്തിൽ നിന്നും എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം. ഈ വാഗ്ദാനം പ്രാപിക്കാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച അപ്പസ്തലന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ
നമ്മളിലുണ്ടാകുന്ന ഒരു തീഷ്ണത നമ്മൾ അനുഭവിച്ച, നമ്മളിൽ വസിക്കുന്ന ദൈവിക സ്വഭാവം മറ്റു വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള പ്രേക്ഷിത ഒരു മനോഭാവമാണ് നമ്മൾ നിറയുന്നത്. പരിശുദ്ധ അമ്മയിൽ യേശു ക്രിസ്തു രൂപമെടുത്തപ്പോൾ പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുക്കലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു. അവിടെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിസംബോധന ചെയ്യുകയും ഉദരത്തിലായിരുന്ന യോഹന്നാനും എലിസബത്തും പരിശുദ്ധാത്മാവിന് നിറയുകയും പരിശുദ്ധമ്മ അവളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു മേഖല നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറുവാനുള്ള വലിയൊരു ത്വര നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇതാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പുതിയ അനുഭവം. പഴയ ജീവിതത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് പരിശുദ്ധാത്മാവ്. ഒരു വീണ്ടും ജനനമാണ് പരിശുദ്ധാത്മാവ്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി പിഴുതെറിഞ്ഞ് ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള രൂപമുള്ള ഒരു പുതിയ വ്യക്തിയായി മാറുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ പഴയ വസ്തുക്കളെ ഉരിഞ്ഞു മാറ്റുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ തിരുനാളിൻ്റെ അവസാന മഹാദിനത്തിൽ ജെറുസലേം ദേവാലയത്തിൽ കയറി യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവസാന ദിവസം വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരഹിതം പ്രസ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് അവരോട് പറഞ്ഞത് അവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. ദാഹിച്ച് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഈ ആത്മാവ് നമ്മളെ ശക്തി പ്രാപിക്കട്ടെ. അത് നമ്മളൊന്ന് നിറയട്ടെ. നമ്മുടെ ബലഹീനതകളിൽ, മാനുഷികമായ കുറവുകളിൽ, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമുക്ക് തടസ്സമായിരിക്കുന്ന മേഖലകൾ, യേശുക്രിസ്തുവിനെ സാക്ഷ്യം നൽകുവാൻ നമ്മളിൽ തടസ്സമായിരിക്കുന്ന അവസ്ഥകൾ, നമ്മളെ നിരാശപ്പെടുന്ന അവസ്ഥകൾ, നമ്മളെ കുറ്റബോധം കൊണ്ട് നിറയ്ക്കുന്ന അവസ്ഥകൾ, നമുക്ക് അനുതാപമില്ലാത്ത അവസ്ഥകൾ, പാപബോധമില്ലാത്ത അവസ്ഥകൾ, ഇതെല്ലാം മാറ്റപ്പെടുവാൻ പരിശുദ്ധ സഹായിക്കും. പരിശുദ്ധാത്മാവ് പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ ആത്മാവാണ്. അനുദപിക്കാൻ അവിടെ കൃപ നൽകും, പാപബോധ്യങ്ങൾ ജനിപ്പിക്കും. അങ്ങനെ ഒരു പുതിയ ജീവൻ തുടങ്ങുവാൻ ഈ പെന്തക്കോസ്ത ദിവസം നമുക്ക് ഏവർക്കും ദൈവങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നൽകട്ടെ. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 10-ാം അധ്യായം 10-ാം വചനം, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ സമൃദ്ധിയിൽ നമ്മൾ നിറയട്ടെ. സമരിയാക്കാര സ്ത്രീയിൽ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ ദേശത്തേക്ക് മുഴുവനും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു പുതിയ അഭിഷേകം സ്വീകരിച്ചതുപോലെ നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്ന നാളുകളിൽ എത്ര ദിവസമുണ്ട്, എത്ര നാളുകളുണ്ടെന്ന് നമുക്കറിയില്ല. ഈ അവശേഷിക്കുന്ന നാളുകളിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ള വലിയ ഒരു ദാഹം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, അങ്ങ് പിതാവുമായി ഐക്യപ്പെട്ട ഒന്നായിരുന്ന പോലെ പരിശുദ്ധാത്മാവ് ഐക്യപ്പെട്ട ഒന്നായി ചേർന്നുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അങ്ങയ്ക്ക് വേണ്ടി മുന്നേറുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കാരുണ്യവാനായ പിതാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കെല്ലാം ഈ പരിശുദ്ധാത്മാവ് കടന്നു ചെന്ന് അവിടെ ഒരു പുതിയ പ്രവൃത്തി ഉണ്ടാകട്ടെ. പഴയ മനുഷ്യനെ എല്ലാം ഉരിഞ്ഞു മാറ്റി യേശുവിൻ്റെ സാദൃശ്യവും രൂപമുള്ള, ക്ഷമിക്കുന്ന, സഹിക്കുന്ന, പരാതിയില്ലാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, മറ്റവർക്ക് വേണ്ടി ജീവിതം മുഴുവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായ യേശുവിൻ്റെ മനോഭാവം നിറയട്ടെ. ഒരു ബലിയായി നിൻ്റെ ജീവിതം മാറട്ടെ. ഒരു ബലിവസ്തുവായി നിൻ്റെ ജീവിതം മാറട്ടെ. അതിനുള്ള എല്ലാ അഭിഷേകവും പരിശുദ്ധാത്മാവ് നൽകട്ടെ.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേൻ. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.